സുഭാഷിതം. കൊരിന്തിലെ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പല വിഷയങ്ങളും വിശ്വാസികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് തന്റെ എഴുത്തുകളിൽ കൂടെ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ അന്നത്തെ കൊരിന്ത് സഭയ്ക്ക് മാത്രമല്ല, എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെയാണ് എഴുതുന്നത് എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ. Do not be unequally yoked together with unbelievers. For what fellowship has righteousness with lawlessness? And what communion has light with darkness? പൗലോസ് ഈ ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുമ്പോൾ അതിന്റെ പ്രസക്തിയെക്കുറിച്ച് നാം ചിന്തിക്കണം. ഇണയില്ല പിണ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതിന്റെ അർത്ഥം അസമമായി നുകമുള്ള എന്നതാണ്. ദാറ്റ് ഈസ് അൺഈക്വൽ യോക്ക്. യോക്ക് അഥവാ നുകം എന്നത് 2 കാളകളെ പരസ്പരം ബന്ധിപ്പിക്കുകയും അവ വലിക്കുന്ന ഭാരമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മരക്കഷ്ണമാണെന്ന് നമുക്കറിയാം. എപ്പോഴും ഒരു നുകത്തിന്റെ കീഴിൽ ഏതാണ്ട് ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന കാളകളെയാണ് കെട്ടാറുള്ളത്. ഉദാഹരണമായി, ഒരു ശക്തമായ കാളയോടൊപ്പം ദുർബലമായ ഒരു കാളയാണ് നുകത്തിൽ വെച്ചിരിക്കുന്നത് എങ്കിൽ അവയ്ക്ക് ഒന്നിച്ച് നന്നായി പ്രവർത്തിച്ച് യജമാനന്റെ ആവശ്യം നിറവേറ്റാൻ കഴിയുകയില്ല. ശക്തമായ കാള ഭാരം വലിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദുർബലമായ കാള മറുസൈഡിൽ പിറകോട്ട് നിൽക്കും. ജീവിതയാത്രയിൽ ഒന്നിച്ച് പൊരുത്തപ്പെട്ടു പോകേണ്ട കാര്യങ്ങളിൽ വിശ്വാസികൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടിയാൽ പലപ്പോഴും ബന്ധങ്ങൾ ശിഥിലമായി പോകാറുണ്ട്. വിവാഹ ബന്ധങ്ങൾക്കും തൊഴിൽ ബന്ധങ്ങൾക്കുമൊക്കെ ഇത് ഉദാഹരണമായി തീരുന്നു. നീതിയും അധർമ്മവും ഒന്നിച്ചു കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. അതുപോലെ ഇരുട്ടിലേക്ക് വെളിച്ചം വരുമ്പോൾ ഇരുട്ട് ഓടിമറയുന്നു. അവിശ്വാസികളെ സ്നേഹിക്കാനും സേവിക്കാനും അവരോടൊപ്പം പ്രവർത്തിക്കാനും നാം വിളിക്കപ്പെട്ടവരാണെങ്കിലും അവരുമായി ഒരു നുകത്തിന്റെ കീഴിൽ എന്ന പോലെ അൺഈക്വലായി അമിക്കപ്പെടരുത് എന്നർത്ഥം. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ട് പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ നാം ലോകത്തിലുള്ള എല്ലാവരോടും യേശുവിന്റെ സ്നേഹം വെളിപ്പെടുത്തേണ്ടതാകുന്നു. എന്നാൽ നമ്മുടെ കൂട്ടായ ജീവിത രീതികളിൽ യേശുവിൽ വിശ്വസിക്കുന്നവനുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടണം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുമെന്ന് യേശു പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിൻ്റെ മൂല്യങ്ങൾക്കും ഉദ്ദേശ്യങ്ങൾക്കും അനുയോജ്യമല്ലാത്ത മൂല്യങ്ങളും ഉദ്ദേശ്യങ്ങളുമുള്ള ആളുകളുടെ തീരുമാനങ്ങളോടും പ്രവൃത്തികളോടും നമ്മെ ബന്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലോ ബന്ധത്തിലോ ആകരുത് എന്നുള്ളതാണ്. നാം ജോലി ചെയ്യുന്ന ഇടത്ത് നമ്മുടെ അധികാരികളോ സഹപ്രവർത്തകരോ നമ്മുടെ ക്രിസ്തീയ മൂല്യങ്ങളോട് യോജിക്കുന്നവരായിരിക്കണമെന്നില്ല. എന്നാൽ നാം അവരുമായി ഇടപഴകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് വിപരീതമായുള്ള പ്രവർത്തനങ്ങളിൽ യോജിച്ചു പോകരുത്. ജോസഫ്, ഡാനിയേൽ, ശദ്രക്ക്, മേശക്ക് ഇവരൊക്കെ നമുക്ക് മാതൃകയാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ,
അവിടുന്ന് തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.